ഗംഗയുടെ പുണ്യഭൂമിയിൽ തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ ശാന്തമായ തീരത്ത് തലയുയർത്തി നിൽക്കുന്നു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും സംഗമഭൂമിയാണ് ഈ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ശ്രീരാമ ഭക്തർക്ക് സർവ്വദുരിതഹരൻ തൃപ്പയാറപ്പൻ എന്നത് കേവലം ഒരു വിശേഷണമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ആശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സാക്ഷ്യമാണ്. ഒരു സാധാരണ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് തൃപ്രയാറിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അതുല്യമായ പ്രതിഷ്ഠാസങ്കല്പം തന്നെയാണ്. ഇവിടെ ഭഗവാൻ ശ്രീരാമൻ കുടികൊള്ളുന്നത് കേവലം വില്ലേന്തി നിൽക്കുന്ന രാജകുമാരനായോ മര്യാദ പുരുഷോത്തമനായോ അല്ല, മറിച്ച് ത്രിമൂർത്തിഭാവത്തിൽ ചതുർഭുജനായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ്. ഈ പ്രതിഷ്ഠാ സവിശേഷതയും അതിനോട് ചേർന്ന ഐതിഹ്യങ്ങളും ചരിത്രവുമാണ് തൃപ്രയാറിനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നത്. ഈ മഹാക്ഷേത്രത്തിന്റെ ആഴങ്ങളിലേക്കും അത് ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പ്രാധാന്യത്തിലേക്കും ഒരു യാത്ര പോകാം. തൃപ്രയാർ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഐതിഹ്യം ഭക്തിയുടെയും കാലാന്തര യാത്രയുടെയും കഥയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ തന്റെ അവതാരം പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്ത ശേഷം ദ്വാരകയിലെ മറ്റ് വസ്തുക്കളോടൊപ്പം ഈ വിഗ്രഹവും കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം കേരള തീരത്ത് മീൻപിടുത്തത്തിലേർപ്പെട്ട ഒരു മുക്കുവന് തന്റെ വലയിൽ ഈ വിഗ്രഹം ലഭിച്ചത്രേ. ഒരു മുക്കുവന് കടലിൽ നിന്ന് ലഭിച്ച ഈ അത്യപൂർവ വിഗ്രഹത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ നാട്ടുകാർ തൃശൂരിനടുത്തുള്ള പ്രമുഖ താന്ത്രികനായ വടക്കേടത്ത് നമ്പൂതിരിയെ വിവരമറിയിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിഗ്രഹം ഇന്നത്തെ ക്ഷേത്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്. ഈ ഐതിഹ്യം ഭഗവാന്റെ അസ്തിത്വം ഭൂമിയിലെ എല്ലാ വിഭാഗം ആളുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിശാലമായ കാഴ്ചപ്പാടിന് അടിവരയിടുന്നു. കൃഷ്ണൻ പൂജിച്ച രാമൻ മുക്കുവനിലൂടെ വീണ്ടും ഭക്തർക്ക് ലഭിക്കുന്നു എന്നത് തൃപ്രയാറിന്റെ ചൈതന്യം കാലാതീതവും സർവ്വവ്യാപിയുമാണെന്ന് സൂചിപ്പിക്കുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവ കഥകൾ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് തൃപ്രയാർ എന്ന ഈ പുണ്യദേശത്തിന് പേര് ലഭിച്ചതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ. ഭഗവാന്റെ ദിവ്യത്വവുമായി ബന്ധപ്പെട്ട രണ്ട് വിശ്വാസങ്ങളാണ് ഇവിടെ പ്രചാരത്തിലുള്ളത്. ആദ്യത്തേത് വാമന അവതാര സങ്കല്പവുമായി ഇഴചേർന്നു നിൽക്കുന്നു. മഹാവിഷ്ണു ത്രിവിക്രമനായി വളർന്ന് തന്റെ പാദം സത്യലോകത്തെത്തിച്ചപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ പുണ്യതീർത്ഥം കൊണ്ട് ആ തിരുപാദത്തിൽ അഭിഷേകം നടത്തി. ഭഗവാന്റെ പാദങ്ങളെ കഴുകിയ ഈ പവിത്ര ജലം ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും ഒരു നദിയായി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ തിരുപാദം കഴുകിയ ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പാതയാറ് എന്നും പിന്നീട് കാലക്രമേണ അത് ലോപിച്ച് തൃപ്രയാറ് എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഈ ഐതിഹ്യം ക്ഷേത്രത്തിന് ഗംഗാതുല്യമായ പവിത്രതയും പ്രാധാന്യവും നൽകുന്നു. രണ്ടാമത്തെ ഐതിഹ്യം ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നദിയുടെ ഗതി മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. തൃപ്രയാറപ്പന് അഭിഷേകം ചെയ്യാനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായി ഗംഗാനദി ക്ഷേത്രത്തിലെത്തി. എന്നാൽ അഭിഷേകത്തിന് ശേഷം നദി തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തെ ചുറ്റി ഒഴുകാൻ തുടങ്ങി. ഇത് ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർക്ക് തടസ്സമുണ്ടാക്കിയപ്പോൾ അവരുടെ ദുരിതം കണ്ട ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിട്ടു. തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറയാറ് എന്ന് ഈ പ്രദേശം വിശേഷിപ്പിക്കപ്പെടുകയും അത് പിന്നീട് തൃപ്രയാറായി പരിണമിക്കുകയും ചെയ്തു. ഈ രണ്ട് ഐതിഹ്യങ്ങളും അടിവരയിടുന്നത് ഈ പുണ്യഭൂമി ഭഗവാന്റെ പാദസ്പർശത്താൽ പവിത്രീകരിക്കപ്പെട്ടതും നദിയുടെ രൂപത്തിൽ ചൈതന്യം കാത്തുസൂക്ഷിക്കുന്നതുമായ ഒരു പുണ്യതീരമാണ് എന്ന പരമമായ സത്യമാണ്. ക്ഷേത്രത്തിനു മുന്നിലൂടെ സൗമ്യമായി ഒഴുകുന്ന തീവ്ര നദി ഇന്നും ഈ പുരാണ കഥകൾക്ക് സാക്ഷിയായി നിലകൊള്ളുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ വേർതിരിച്ചറിയുന്ന ഏറ്റവും വലിയ സവിശേഷത ത്രിമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന ചതുർബാഹുവായ ശ്രീരാമൻ എന്ന സങ്കല്പമാണ്. 6 അടി ഉയരമുള്ള ഈ വിഗ്രഹം ഖരാസുരനെ നിഗ്രഹിച്ച ശേഷം ലക്ഷ്മി സമേതനായി ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന ചതുർഭുജ വിഷ്ണുവിന്റെ രൂപത്തെ അനുസ്മരിപ്പിക്കുന്നു. ഭഗവാന്റെ 4 കൈകളിലുള്ള വസ്തുക്കൾ ഈ ത്രിമൂർത്തിയുടെ ചൈതന്യത്തിന്റെ സങ്കലനം വ്യക്തമാക്കുന്നു. ശംഖ് സൃഷ്ടിയുടെ ശബ്ദത്തെ പ്രതിനിധീകരിച്ച് വിഷ്ണു ചൈതന്യം നൽകുന്നു. സുദർശനം സംഹാരത്തിന്റെയും രക്ഷാശക്തിയുടെയും പ്രതീകമായി ശിവചൈതന്യം ഉൾക്കൊള്ളുന്നു. വില്ല് ധർമ്മരക്ഷയുടെയും അവതാരഭാവത്തിന്റെയും സൂചനയായി ശ്രീരാമഭാവത്തെ ദ്യോതിപ്പിക്കുന്നു. ഒപ്പം മാല അറിവിനെയും സൃഷ്ടിപരമായ ശക്തിയെയും സൂചിപ്പിച്ചുകൊണ്ട് ബ്രഹ്മചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്നു.
തന്മൂലം തൃപ്രയാറപ്പന്റെ ഈ പ്രതിഷ്ഠ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെയും ശ്രീരാമന്റെയും ശക്തി ഒരേ സമയം സമ്മേളിക്കുന്ന ഒരു അതുല്യമായ സങ്കല്പമാണ്. ഇപ്രകാരം ഒരു വിഗ്രഹത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ ചൈതന്യം സമന്വയിക്കുന്നു. തന്മൂലം തൃപ്രയാറപ്പനെ ദർശിക്കുന്നത് ത്രിമൂർത്തികളെയും ഒരേ സമയം പ്രീതിപ്പെടുത്തുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. രാമന്റെ അവതാരഭാവത്തിലെ ധർമ്മരക്ഷയും വിഷ്ണുവിന്റെ സ്ഥിതികാരകത്വവും ശിവന്റെ സംഹാരഭാവവും ഈ പ്രതിഷ്ഠയിൽ സമ്മേളിക്കുന്നു. സർവ്വദുരിതരഹിതൻ എന്ന വിശേഷണം ഈ ത്രിമൂർത്തിഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്നതായിരിക്കാം. കാരണം സകല ദുരിതങ്ങളും നീക്കി ലോകത്തെ സംരക്ഷിക്കാൻ ത്രിമൂർത്തികളുടെ ശക്തി അത്യാവശ്യമാണല്ലോ. വിഗ്രഹത്തിന് കാലപ്പഴക്കം കൊണ്ട് കോട്ടം സംഭവിച്ചപ്പോൾ പുനഃപ്രതിഷ്ഠയെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ ദേവപ്രശ്നത്തിൽ ഭഗവാൻ അതിഷ്ടമല്ലെന്ന് തെളിഞ്ഞതിനാൽ പഞ്ചലോഹത്തിൽ തീർത്ത ഒരാവരണം പഴയ വിഗ്രഹത്തിന് ചാർത്തുകയായിരുന്നു. ഭഗവാൻ തന്റെ പുരാതനമായ രൂപത്തിൽ തന്നെ കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ തീരുമാനം. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ആചാരമാണ് നാലമ്പല തീർത്ഥാടനം. ഇതിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമായണ മാസമായ കർക്കിടകത്തിൽ ഒരേ ദിവസം ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അതീവ പുണ്യമായി കരുതപ്പെടുന്നു. രാമായണത്തിലെ സഹോദര ബന്ധത്തിന്റെ പവിത്രതയും ഓരോ സഹോദരന്റെയും ചൈതന്യത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ തീർത്ഥാടനം. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശ്രീരാമനും, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഭരതനും, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രത്തിൽ ലക്ഷ്മണനും, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ശത്രുഘ്നനും കുടികൊള്ളുന്നു. ശ്രീരാമനിൽ നിന്ന് തുടങ്ങി മറ്റ് സഹോദരങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ദർശനം ത്യാഗം, സേവനം, ആത്മനിയന്ത്രണം എന്നീ മാനുഷിക മൂല്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ശ്രീരാമനിൽ നിന്ന് തുടങ്ങി ഭരതനിലൂടെ ലക്ഷ്മണിലൂടെയും കടന്ന് ശത്രുഘ്നനിൽ അവസാനിക്കുന്ന ഈ തീർത്ഥാടനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ധർമ്മം, ത്യാഗം, സേവനം, ആത്മനിയന്ത്രണം എന്നിവയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. തൃപ്രയാറപ്പന്റെ ദർശനത്തോടെ ഈ പുണ്യയാത്രയ്ക്ക് തുടക്കമിടുന്നത് ഭക്തർക്ക് ആത്മീയമായ ഒരു പൂർണ്ണത നൽകുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ചരിത്രം പല സംസ്കാരങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും സ്വാധീനം വ്യക്തമാക്കുന്നു. ആദ്യകാലങ്ങളിൽ തൃപ്രയാർ ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു എന്നും ശാസ്താവായിരുന്നു അന്നത്തെ പ്രധാന പ്രതിഷ്ഠയെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പിന്നീട് ആര്യന്മാരുടെ ആഗമനത്തോടെ ശാസ്താവിന്റെ പ്രതിഷ്ഠ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ ശ്രീരാമസങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എങ്കിലും ശാസ്താവിന് ഇന്നും ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യം നൽകിപ്പോരുന്നു. വൃശ്ചികത്തിലെ തൃപ്രയാർ ഏകാദശിയുടെ തലേദിവസം സാധാരണയായി തൃപ്രയാറപ്പൻ എഴുന്നള്ളുന്ന സ്ഥാനത്ത് ശാസ്താവാണ് എഴുന്നള്ളുന്നത്. ഇത് ദ്രാവിഡ സംസ്കാരവുമായുള്ള ബന്ധത്തിന്റെ വ്യക്തമായ തെളിവായി നിലകൊള്ളുന്നു. ക്ഷേത്രം ഒരു കാലത്ത് സാമൂതിരി ഭരണത്തിന് കീഴിലായിരുന്നു. ക്ഷേത്രം ഊരാളന്മാരായിരുന്ന ചേലൂർ, പുന്നിപ്പള്ളി, ജ്ഞാനപ്പള്ളി മനക്കാരെ ആട്ടിപ്പുറത്താക്കിയാണ് സാമൂതിരി ക്ഷേത്രം പിടിച്ചെടുത്തത്. പിന്നീട് ഡച്ചുകാർ, മൈസൂർ രാജാക്കന്മാർ, കൊച്ചി രാജവംശം എന്നിവരുടെ ഭരണത്തിന് കീഴിലായി. ഈ ഭരണമാറ്റങ്ങളെല്ലാം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിലും ആചാരങ്ങളിലും സ്വാധീനം ചെലുത്തിയിരിക്കാം. നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ഒരു ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ തൃപ്രയാർ തേവരെ വണങ്ങുന്നതിനായി വർഷം മുഴുവനും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. തൃപ്രയാർ തേവരെ വണങ്ങിപ്പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും മറ്റ് തടസ്സങ്ങൾക്കും എല്ലാം നീക്കുന്നതിന് സഹായകരമാണെന്നാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ സാക്ഷ്യം. തൃപ്രയാറിനെ ശ്രദ്ധേയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ അത്യപൂർവമായ ചില വഴിപാടുകളാണ്. അവയിൽ ഓരോന്നിനും പിന്നിൽ തനതായ ഐതിഹ്യവും വിശ്വാസങ്ങളുമുണ്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കതിനവെടി. ഇത് ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ നടത്തുന്നത് അപൂർവമാണ്. സാധാരണയായി ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലുമാണ് ഈ വഴിപാട് കണ്ടുവരുന്നത്. സീതാന്വേഷണത്തിന് ശേഷം ഹനുമാൻ വിജയശ്രീലാളിതനായി തിരിച്ചെത്തിയതിന്റെ ആഘോഷത്തെ അനുസ്മരിച്ചാണ് കതിനവെടി വഴിപാട് നടത്തുന്നതെന്നാണ് ഐതിഹ്യം. ഈ വഴിപാട് ഭക്തരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനും ദുരിതങ്ങൾ അകറ്റാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. സാമൂഹ്യ ശാസ്ത്രപരമായ വീക്ഷണത്തിൽ ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കതിനവെടി വഴിപാട് ക്ഷേത്രത്തിന്റെ ദ്രാവിഡ ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാകാമെന്നാണ്. വെടിശബ്ദമുണ്ടാക്കി ദേവനെ പ്രീതിപ്പെടുത്തുന്ന ഈ ആചാരം ആദിമ ആരാധനക്രമത്തിന്റെ ഭാഗമായിരിക്കാം. കൂടാതെ ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്കും ശബ്ദതടസ്സം മാറാനും ഈ വഴിപാട് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. വെടിവഴിപാട് നടത്തുന്ന വൈഷ്ണവ ക്ഷേത്രം അപൂർവതകളിൽ ഒന്നാണ്.
അത് ഈ ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയായി നമുക്ക് കാണാവുന്നതാണ്. സാധാരണ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വെടിവഴിപാട് പതിവില്ല. ദേവീക്ഷേത്രങ്ങളിലാണ് വെടിവഴിപാട് ധാരാളം പതിവുള്ളത്. പക്ഷേ തൃപ്രയാർ തേവരുടെ ഒരു പ്രധാന വഴിപാടായി വെടിവഴിപാട് ഇവിടെ കണക്കാക്കപ്പെടുന്നു. ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിൽ പോയി സീതയെ കണ്ടേൻ സീതയെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വെടിവഴിപാട് നടത്തുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ തനതായതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു വഴിപാടാണ് മീനൂട്ട്. ക്ഷേത്രത്തിനു മുൻപിലൂടെ ഒഴുകുന്ന പുഴയിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള വഴിപാടാണിത്. ഈ ആചാരം തൃപ്രയാറിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ഈ പുഴയിലെ മത്സ്യങ്ങൾ തൃപ്രയാർ തേവർക്ക് അത്യധികം പ്രിയപ്പെട്ടവയാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ ഭഗവാനെ നേരിട്ട് പ്രീതിപ്പെടുത്താനാകുമെന്നുമാണ് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം. ഈ വഴിപാടിന് ആരോഗ്യപരമായ പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ആസ്മ രോഗികൾക്ക് മീനൂട്ട് ചെയ്യുന്നത് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. മത്സ്യബന്ധനത്തിൽ നിന്ന് ലഭിച്ച വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യനദിയിലെ ജീവികളെ സംരക്ഷിക്കുന്ന ഈ ആചാരം പ്രകൃതിയോടുള്ള ഭാരതീയ സംസ്കാരത്തിന്റെ ആദരവും കരുണയും വിളിച്ചോതുന്ന മഹനീയ കാഴ്ചയാണ്. എല്ലാവിധ ദുഷ്സ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഭക്തർ നടത്തുന്ന വഴിപാടാണ് ചാത്തൻ ഭണ്ഡാരം. ദുരിതങ്ങളെയും ദോഷങ്ങളെയും അകറ്റാൻ സർവ്വ ദുരിതഹരനായ തൃപ്രയാറപ്പൻ ശക്തി നൽകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഈ വഴിപാടിന് പിന്നിൽ. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ സാധാരണയായി വെളുത്ത ഏകാദശിയാണ് പ്രധാനമായി ആചരിക്കുന്നത്. എന്നാൽ തൃപ്രയാറിൽ വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസമാണ് പ്രധാന ഉത്സവമായ തൃപ്രയാർ ഏകാദശി നടക്കുന്നത്. ഈ പ്രത്യേകതയ്ക്ക് കാരണം പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന ശൈവ ചൈതന്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവന് പ്രാധാന്യമുള്ള ഒരു ദിവസം വിഷ്ണുവിന്റെ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത് ത്രിമൂർത്തിഭാവത്തെ വീണ്ടും ഉറപ്പിക്കുന്നു. ഏകാദശിയോടനുബന്ധിച്ച് നിറമാലകളും വിളക്കുകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. കൂടാതെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാറപ്പൻ തന്നെയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കേരളീയ വാസ്തുവിദ്യയുടെയും ശില്പകലകളുടെയും മകുടോദാഹരണമാണ്. ധാരാളം മരപ്പണികളും കൊത്തുപണികളും ഇവിടെ കാണാം. ശ്രീകോവിലിനു ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും ഖരാസുര നിഗ്രഹം ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ ജീവൻ തുടിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് ദർശിക്കാനാകും. ഈ കൊത്തുപണികൾ ഭക്തർക്ക് കേവലം ഒരു ദൃശ്യാനുഭവം എന്നതിലുപരി രാമായണ കഥയുടെ ഒരു പുസ്തകമായി വർത്തിക്കുന്നു. ദക്ഷിണാമൂർത്തിക്ക് മുൻപിലുള്ള കെടാവിളക്ക് മറ്റൊരു സവിശേഷതയാണ്. ഐതിഹ്യങ്ങൾ, ചരിത്രം, അപൂർവമായ പ്രതിഷ്ഠാസങ്കല്പം, തനതായ വഴിപാടുകൾ എന്നിവയാൽ സമ്പന്നമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. സർവ്വദുരിതഹരനായ തൃപ്രയാറപ്പൻ ത്രിമൂർത്തികളുടെ സംയുക്ത ശക്തിയാൽ ഭക്തർക്ക് ഭൗതികവും ആത്മീയവുമായ ആശ്വാസം നൽകുന്നു. ദ്രാവിഡ പാരമ്പര്യത്തിൽ നിന്ന് വളർന്ന വൈഷ്ണവ ചൈതന്യത്തിലൂന്നി ശൈവ ബ്രഹ്മശക്തികളെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഈ ക്ഷേത്രം കേരളീയ ഹൈന്ദവ സംസ്കാരത്തിന്റെ സമന്വയ ഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നാലമ്പല തീർത്ഥാടനത്തിന്റെ തുടക്കമായി അല്ലെങ്കിൽ ഒരു സാധാരണ ദിനത്തിലെ ദർശനമായി തൃപ്രയാറിലെത്തുന്ന ഓരോ ഭക്തനും തൃപ്രയാറപ്പൻ നൽകുന്ന ധൈര്യവും ശാന്തതയും അളവറ്റതാണ്. തൃപ്രയാറപ്പന്റെ ദിവ്യ ചൈതന്യം ഇനിയും തലമുറകൾക്ക് മാർഗദർശകമായി നിലകൊള്ളട്ടെ. ദുരിതങ്ങൾ നീക്കി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാൻ ആ ചാതുർബാഹു ശ്രീരാമന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും തുണയാകട്ടെ. ഓം നമോ നാരായണായ.